ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം നമുക്ക് ദശകം 28 ലക്ഷ്മി സ്വയംവരമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം 3-ാം ശ്ലോകം വരെ നമ്മൾ വായിച്ചു. അതിൽ പാലാഴി ഇങ്ങനെ കടഞ്ഞു വന്നപ്പോൾ എന്താ കിട്ടിയത്? പിന്നെ ഇന്ദ്രൻ്റെ അടുക്കിലേക്ക് ദേവലോകത്തേക്ക് കൊണ്ടുപോയ എന്തൊക്കെയാ അപ്സരസുകൾ, പിന്നെ ഐരാവതം, കുതിര, കൽപ്പവൃക്ഷം, ഇതെല്ലാം അവർ ദേവലോകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ അവതാരം വന്നു. നമ്മളതാണ് കഴിഞ്ഞ ദിവസം അവസാനം 3-ാം ശ്ലോകത്തിൽ വായിച്ചത്. അതിസുന്ദരിയായ, അതായത് പരിശുദ്ധയും ദോഷരഹിതയും ആയ ദേവിയെ കണ്ടിട്ട് എല്ലാവരും മനസ്സിളക്കി മോഹപരവശരായി. അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയാണ് ആവിർഭവിച്ചത്. നമുക്ക് അതിൻ്റെ ബാക്കി 4-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 4. തുയി ദത്തഹൃദേ തദൈവ ദേവൈ ത്രിദേശോ ദേശേന്ദ്രോ മണിപീഠികാം വ്യധാരീൽ സകലോ ഉപഹൃത അഭിഷേചനീയൈർ ഋഷയസ്താം ശ്രുതിഗീർഭിർ അഭ്യഷിഞ്ചൻ. തുയി ദത്തഹൃദേ തദൈവ ദേവൈ ത്രിദേശേന്ദ്രോ മണിപീഠികാം വ്യതാരീൽ സകലോപഹൃത അഭിഷേചനീയൈർ ഋഷയസ്താം ശ്രുതിഗീർഭിർ അഭ്യഷിഞ്ചൻ. ലക്ഷ്മീദേവി ആവിർഭവിച്ചപ്പോൾ എല്ലാവരും മനസ്സിളകി മോഹപരവശരായി. ലക്ഷ്മീദേവിക്ക് അപ്പുറം ത്രിലോകത്ത് ഒരു സുന്ദരിയും ഇല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അങ്ങനെയുള്ള 3 ലോകത്തിലെ സുന്ദരിയായ ആ ദേവി ആരെ ഹൃദയം അർപ്പിച്ചു? ഭഗവാൻ നാരായണനിൽ തന്നെ. അവിടെ ഒരുപാട് ദേവന്മാരും പരമശിവനും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ഭഗവാനിൽ തന്നെ, നാരായണനിൽ തന്നെ ഹൃദയം അർപ്പിച്ച ആ ദേവിക്ക് ദേവേന്ദ്രൻ രത്നസിംഹാസനം നൽകി ബഹുമാനിച്ചു. രത്നസിംഹാസനം വേണ്ടേ? അവർക്ക് ഇരിക്കണ്ടേ? ദേവിക്ക് അത്രമാത്രം പരിശുദ്ധയും ദോഷരഹിതയുമായ ഭഗവാനെ പോലെ തന്നെ, ഭഗവാൻ നാരായണനെ പോലെ തന്നെയാണ്, പരിശുദ്ധയാണ്. അപ്പോൾ അവരെ രത്നസിംഹാസനം നൽകി ദേവേന്ദ്രൻ ബഹുമാനിച്ചു. ആരെയിലാ ഹൃദയം അർപ്പിച്ചത് ദേവി? ഭഗവാൻ നാരായണനിൽ തന്നെ ഹൃദയം അർപ്പിക്കുകയും ചെയ്തു. മഹർഷിമാർ എല്ലാവരും കാഴ്ചയായി കൊണ്ടുവന്ന അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ട്, വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. അപ്പോൾ ഒരുപാട് അഭിഷേക ദ്രവ്യങ്ങളൊക്കെ മഹർഷിമാരൊക്കെ കൊണ്ടുവന്നു. ദേവേന്ദ്രൻ രത്നസിംഹാസനം കൊണ്ടുവന്നു ബഹുമാനിച്ചു. അഭിഷേക ദ്രവ്യങ്ങൾ മഹർഷിമാരെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ദേവിയെ അഭിഷേകം ചെയ്തത്. നമുക്ക് 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വത് അപാംഗൈർ അവഭൂഷിതാംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്യഭൂഷൻ. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വത് അപാംഗൈർ അവഭൂഷിതാംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്യഭൂഷൻ. ഈ ശ്ലോകത്തിൽ അഭിഷേക ദ്രവ്യങ്ങളെ കൊണ്ടുവന്ന് വേദമന്ത്രങ്ങളെ ചൊല്ലി അഭിഷേകം ചെയ്തല്ലോ. അപ്പോൾ ആ അഭിഷേക ജലത്തോടൊപ്പം ചെന്ന് പതിച്ച ഭഗവാന്റെ മോഹിപ്പിക്കുന്ന കടാക്ഷ ഭീഷണാഭരണങ്ങൾ അണിഞ്ഞ, അതായത് ആ അഭിഷേകം ചെയ്ത സമയത്ത് ചെന്ന് പതിച്ചു ഭഗവാനെ അങ്ങയുടെ, അതായത് ഭഗവാന്റെ മോഹിപ്പിക്കുന്ന കടാക്ഷ ഭീഷണ ആഭരണങ്ങൾ അണിഞ്ഞ ആ ദേവിയെ. അപ്പോൾ ജലം അഭിഷേകം ചെയ്തപ്പോൾ ഭഗവാന്റെ തന്നെ മോഹിപ്പിക്കുന്ന കടാക്ഷവും കൂടെ, വീക്ഷണം, ആ നോട്ടവും കൂടെ ആ ദേവിയിലേക്ക് പതിച്ചു. വീക്ഷണ ആഭരണങ്ങൾ അണിഞ്ഞ ആ ദേവിയെ ദേവന്മാരാദികൾ
ദേവന്മാരാദികളെല്ലാം എന്ത് ചെയ്തു? മണികുണ്ഡലം, മഞ്ഞപ്പട്ട്, മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു ദേവിയെ. ഈ അഭിഷേക ജലം ചെന്ന് പതിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ മോഹിപ്പിക്കുന്ന ആ കടാക്ഷ വീക്ഷണ ആഭരണങ്ങൾ, അങ്ങനെയുള്ള ആ കടാക്ഷം ചൊരിയുന്ന ആഭരണങ്ങൾ അണിഞ്ഞ ആ ദേവിയെ, കടാക്ഷമാകുന്ന ആഭരണങ്ങൾ അതും കൂടെ അണിഞ്ഞിട്ട് ദേവന്മാരാദികൾ എന്തൊക്കെ ചെയ്തു? പിന്നെ മണികുണ്ഡലവും മഞ്ഞപ്പട്ടും മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും ദേവിയെ അലങ്കരിച്ചു. അത്രമാത്രം ദേവിക്കും ഭഗവാനും പണ്ടേ തന്നെ അവർ ഏകമാണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ഇത് അന്നേ പരമാത്മാവ് ഉള്ള സമയത്തേ ഉള്ള ദേവിയാ. ഇവിടെ ഒന്നും കൂടെ ഇവിടെ പാലാഴിന്ന് കടഞ്ഞപ്പോൾ ഒന്നുകൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് യഥാർത്ഥത്തിൽ പരമാത്മാവായ നാരായണൻ്റെ തന്നെ ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് അഭിഷേക ജലത്തോടൊപ്പം ചെന്നു പതിച്ച, എന്താ ചെന്ന് പതിക്കുന്നത്? ആ നോട്ടം, മോഹിപ്പിക്കുന്ന കടാക്ഷ വീക്ഷണങ്ങൾ. അങ്ങനെയുള്ള ദേവിയെ ദേവന്മാരാദികളെല്ലാം മണികുണ്ഡലം, മഞ്ഞപ്പട്ടും മുതലായവ മുത്തുമാലയൊക്കെ വീണ്ടും ദേവി അലങ്കരിപ്പിച്ചു. ശ്ലോകം 6. വരണസ്രജം ആത്തഭൃംഗനാദാം ദധതി സാ കുചകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസം ആസസാദ. വരണസ്രജം ആത്തഭൃംഗനാദാം ദധതി സാ കുചകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസം ആസസാദ. ഇവിടെ വരണമാല്യത്തെപ്പറ്റി, കാരണം ഭഗവാനെ അണിയിക്കാൻ മാല സ്വയംവരമാണല്ലോ ലക്ഷ്മി ദേവിയുടെ. അപ്പോൾ വാസന കൊണ്ട് വിടാൻ വയ്യാതെ ആർത്തുകൂടിയ വണ്ടുകൾ മുരളുന്ന വരണമാല്യം കയ്യിലേന്തി. അപ്പോൾ ഈ വരണമാല്യത്തിന് അത്രമാത്രം സൗരഭ്യം, മണം. ആ വാസന കൊണ്ട് എന്ത് ചെയ്തു? ഈ വണ്ടുകൾക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാതെ വണ്ണം ഈ വരണമാല്യത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ വണ്ടുകളെല്ലാം കൂടെ എങ്ങനെയാ ആർത്തുകൂടി നിൽക്കുകയാണ്, മുരളുന്ന ഒരു വണ്ടുകൾ മൂളുമല്ലോ, ശ്രുതി മീട്ടുമല്ലോ. അങ്ങനെ വണ്ടുകളെല്ലാം അങ്ങനെ ആ വരണമാലത്തിലേക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കുക, ആർത്തിരമ്പിക്കൊണ്ട്. അങ്ങനെയുള്ള മാലയും കയ്യിലേന്തി കിലുങ്ങുന്ന, അതാ വണ്ടും അതിന് കൂടെ ഒപ്പം ഉണ്ട്. ആ മാലയുടെ ഒപ്പം തന്നെ ആ സൗരഭ്യത്തിൻ്റെ ഗുണം കൊണ്ട് വണ്ടുകളെല്ലാം ആ മാലയ്ക്കകത്തോട്ട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള മാലയും കയ്യിലേന്തി കിലുങ്ങുന്ന കാൽത്തളകൾ അണിഞ്ഞ് നടക്കുമ്പോൾ കിലുങ്ങുന്ന കാൽത്തളകൾ അണിഞ്ഞ് സ്തനകലശങ്ങളുടെ ഭാരം കൊണ്ട് മന്ദം മന്ദം നടക്കുന്ന ആ ദേവി നാണം പൂണ്ട് നിന്തിരുവടിയെ സമീപിച്ചു. എന്തുകൊണ്ടാണ്? വണ്ടുകളെല്ലാം മൂളിക്കൊണ്ടിരിക്കുകയാണ് ഈ മാലയ്ക്കകത്ത്. അപ്പോൾ അങ്ങനെയുള്ള മാലയും കയ്യിലേന്തിക്കൊണ്ട് ടക്ക് ടക്ക് നടക്കുമ്പോൾ കിലുങ്ങുന്ന കാൽത്തളയാണ് ഇട്ടേക്കുന്നത്. കാലിലെ തള അത് കിലുങ്ങുന്ന കിലുക്കമുണ്ട്. എന്നിട്ടോ സ്തന കലശങ്ങളുടെ ഭാരം കൊണ്ട് മന്ദമന്ദം നടക്കുന്ന ആ ദേവി നാണം പൂണ്ട് ഭഗവാന്റെ നാരായണൻ്റെ അടുത്ത് സമീപത്ത് ചെന്നു. അതാണ് ആ ശ്ലോകത്തിൽ. നമുക്കിനി 7-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാപി ദിവ്യമാല. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാപി ദിവ്യമാല. ഒന്നുകൂടെ ചൊല്ലാം. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാപി നിഹിതാ ത്വയനയാപി ദിവ്യമാല. നിഹിതാ ത്വയനയാപി ദിവ്യമാല. അങ്ങനെ ഒന്നും കൂടെ വായിക്കാം. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാപി ദിവ്യമാല. നമുക്ക് അതിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകത്തിൽ അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? പരമശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സന്നിഹിതരായിരുന്നു. ഈ സ്വയംവരം, ഭഗവാനെ സ്വയംവരത്തിന് വേണ്ടി മാലയും
കൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നല്ലോ. അപ്പോൾ അവിടെ ശിവനും ബ്രഹ്മാവും തുടങ്ങിയ ദേവന്മാരൊക്കെ സന്നിഹിതരായിരുന്നു. അവരെല്ലാം ഗുണവാന്മാർ തന്നെ എങ്കിലും എല്ലാവരും ഗുണവാന്മാരാണ് എങ്കിലും അവരിലെല്ലാം തന്നെ വിട്ടുമാറാത്ത അല്പം ചില ദോഷവശങ്ങൾ ഉണ്ടെന്ന് തോന്നിയ ദേവി. അപ്പോൾ ഇവർ ദേവന്മാർക്കും പരമശിവനും ബ്രഹ്മാവിനൊക്കെ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും അല്പം അവരിലൊക്കെ എന്തോ ഒരല്പം വിട്ടുമാറാത്ത, ഇപ്പോൾ ഭഗവാൻ പരമശിവന് വിട്ടുമാറാത്തൊരു കാര്യമാണ് ക്ഷിപ്രകോപം. അങ്ങനെ എന്തെങ്കിലും ഒരു അല്പം ഉണ്ടെന്ന്, വിട്ടുമാറാത്തതായ ചില ദോഷങ്ങളുണ്ടെന്ന് തോന്നി ദേവിക്ക്. സദാ സകല ഗുണങ്ങളും ഒരുപോലെ തിളങ്ങുന്നതാണ് ആരാണ്? പരമാത്മാവായ നാരായണൻ. അതുകൊണ്ടാണ് ദേവിക്കും അങ്ങനെയാണല്ലോ, പരിശുദ്ധയും ദോഷരഹിതയും എന്നാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. ദേവി അവിടുന്ന് ആവിർഭവിച്ചപ്പോൾ പരിശുദ്ധയും ദോഷരഹിതയും നമ്മൾ ആ 3-ാം ശ്ലോകത്തിൽ നമ്മൾ വായിച്ചായിരുന്നു. ഇവിടെ അതുപോലെ ആരാ ഒത്തത്? ആരെക്കാളും, ശിവനേക്കാളും ബ്രഹ്മാവിനേക്കാളും എല്ലാവരുടെയും അവസ്ഥ, അതായത് ഇതെല്ലാം ഒരേ ഒരു ഈശ്വരനാണെങ്കിലും അവർക്കൊക്കെ ഓരോ അവസ്ഥകളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥയെക്കാളും ആരെക്കാളും സർവപ്രകാരേണയും അഭിരമനായിരിക്കുന്നതുമായ ഭഗവാനിൽ തന്നെ, നാരായണനിൽ തന്നെ ആ വരണമാല്യം അർപ്പിച്ചു. പണ്ടേ ഉള്ള തൻ്റെ നാഥനെ തിരിച്ചറിഞ്ഞു പരിണയിച്ചു. അപ്പം പണ്ടേ തന്നെ പരമാത്മാവിൽ ഉള്ളതാണല്ലോ ദേവി, ആ അമ്മ പരാശക്തി, അതാണല്ലോ ഇതെല്ലാം. അപ്പോൾ അത് നേരത്തെ തന്നെ ഉള്ളതല്ല അവർ മനസ്സിലാക്കി അറിഞ്ഞു. കാരണം മറ്റവരിൽ വെച്ച് നോക്കുമ്പോൾ ഒരല്പം പോലും ഒരു കറ ഈ പരമാത്മാവായ നാരായണനിലില്ല. മറ്റുള്ളവർക്കൊക്കെ അല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് അഭിരമനായിരിക്കുന്നതുമായ ഭഗവാൻ നാരായണനെ തന്നെ ആ വർണ്ണമാല്യം അർപ്പിച്ചു. പണ്ടേ ഉള്ള നാഥൻ തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമുക്കിതിൽ എന്താ പാഠം പഠിക്കാനുള്ളത്? പരമാത്മാവിന് എങ്ങനെയാണ്, പരിശുദ്ധനായ പരമാത്മാവായ നാരായണൻ, അമ്മ ദേവി എങ്ങനെയാ അത്രമാത്രം പരിശുദ്ധയും ഒരു അഴുക്കും, അതായത് ഒരു ദോഷവും ഇല്ലാത്ത, ദോഷരഹിത, അപ്പോൾ ഒരു ദോഷവും ഇല്ലാത്തതാണ് അമ്മ ദേവി. നമ്മളത് മനസ്സിലാക്കണം. നമുക്കും ഇതുപോലെ ഒരു ദോഷവും ഇല്ലാതെ ഇരിക്കാമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമുക്കും മണവാളനും നമ്മൾ മണവാട്ടിയാകും. ഇത് നമുക്ക് നമ്മുടെ പാഠം അതാണ്. നമുക്ക് ദോഷരഹിതമാണോ? നമ്മുടെ ഹൃദയം പരിശുദ്ധമാണോ? അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന പരമാത്മാവായ നാരായണൻ നമുക്കും ഒരു മണവാളനാവും, നമ്മളൊരു മണവാട്ടിയാവും. അതാണെന്നും പെണ്ണെന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും ഒന്നുപോലെ തന്നെ മണവാട്ടിയാവാം. പുരുഷനും മണവാട്ടിയാവാം, ഭഗവാന്റെ മണവാട്ടിയാകാം. എന്ത് വേണം? നമ്മളും പരിശുദ്ധമായൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.